നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. എല്ലാവരും ചേർന്ന് ആരാധന ഈശോയേ ആരാധന കർത്താവേ ആയിരം ആരാധന. രണ്ട് കൈകൾ ഉയർത്തി ആരാധിക്കാം, ആരാധന വിളിച്ചാരാധിക്കാം, ആരാധന കർത്താവിനെ ആരാധിക്കാം. ആത്മാവിലാരാധന എല്ലാവരും ചേർന്ന് ആരാധന ഈശോയേ ആരാധന ആയിരം ആരാധന. മക്കളെ, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി ഗീതികൾ അനവരതം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നന്ദി, ആരാധന ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഈശോയേ യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏറ്റവും പ്രാർത്ഥനാപൂർവം എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട, നമുക്കറിയാം, ഓരോ ദിവസവും ആത്മീയമായ ഉണർവിനും നമ്മുടെ ഭൗതികമായ വളർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ആത്മജ്വാല ശുശ്രൂഷയിലൂടെ കർത്താവ് എന്തുമാത്രമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന്. കാരണം വചനമായും ദിവ്യകാരുണ്യമായിട്ടും കർത്താവ് യേശുമിശിഹ നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ നമുക്ക് ആദ്യന്തം ഏകാഗ്രതയോടെ ഭക്തിയോടെ സംബന്ധിച്ച് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് യേശുമിശിഹ നമുക്ക് വചനം നൽകി അനുഗ്രഹിക്കുന്നത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 35-ാം അധ്യായത്തിലെ 1 മുതലുള്ള ഏതാനും വചനഭാഗങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ആ വചനത്തിലെ 1-2 എണ്ണം ഇപ്പോൾ വായിക്കുക, എന്നിട്ട് നമുക്ക് ക്രമേണ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്?
ഇല്ലായ്മയുടെ കാലങ്ങളിൽ സമൃദ്ധി നൽകുന്ന കർത്താവ്, ഇല്ലായ്മയുടെ വറുതിയുടെ ഒക്കെ കാലങ്ങളിൽ സമൃദ്ധി നൽകുന്ന കർത്താവ്. ഇനി നമുക്ക് ഈ വചനം ശ്രവിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 1 വചനം ഇങ്ങനെയാണ് അരുളി ചെയ്യുന്നത്: വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് പറയുന്നു നോക്കുക. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ വിജനദേശം, ഇങ്ങനെ ഈ വരണ്ട പ്രദേശം, മരുഭൂമി എന്നൊക്കെ പറയുന്നത്? അത് ഇപ്പോഴത്തെ നമ്മുടെ ഓരോരുത്തരെയും ജീവിത അന്തരീക്ഷമായിരിക്കും. പ്രസൻറ്റ് ലൈഫ് സിറ്റുവേഷൻ. എല്ലാ തരത്തിലും അങ്ങോട്ട് ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, വരൾച്ചയുടെ ജീവിതാനുഭവങ്ങൾ. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിജനദേശം, വരണ്ട പ്രദേശം ഇതൊക്കെ സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇല്ലായ്മകൾ ഏത് കാരണത്താലായാലും ഏത് തരത്തിലുള്ളതായാലും അതൊക്കെ ആജീവനാന്തം നിലനിൽക്കുന്നതല്ലെന്നും കർത്താവ് യേശു മിശിഹ അങ്ങനെയുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളെ മാറ്റിക്കളഞ്ഞ് സന്തോഷത്തിൻ്റെ, രക്ഷയുടെ, വളർച്ചയുടെ, സമൃദ്ധിയുടെ നാളുകൾ നമുക്ക് നൽകുമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ ബോധിപ്പിച്ചു തരികയാണ്. അതാണ് വചനം പറഞ്ഞത്, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. ഇന്ന് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെയുള്ള എന്തുമാത്രം വ്യക്തികളാ, എന്തുമാത്രം കുടുംബങ്ങളാണ് ഉള്ളത്. അവരോട് കർത്താവ് നൽകുന്ന സദ്വാർത്തയാണ് ഇപ്പോഴത്തെ ഈ വരൾച്ച, സമ്പത്തിൻ്റെ വരൾച്ച, ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ ഈ അവസ്ഥ കർത്താവ് മാറ്റിത്തരുമെന്ന്. എന്നിട്ട് പറഞ്ഞില്ലേ, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ, രക്ഷയുടെ, വളർച്ചയുടെ ജീവിതങ്ങളാക്കി കർത്താവ് തീർത്ത് തരും. ഈശോയുടെ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് മക്കളെ, ഇത് ഒരിക്കലും പാഴായി പോവില്ല. മരുഭൂമി സന്തോഷിക്കും, ആനന്ദിക്കും, പുഷ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെയാണ് എങ്കിലും വൈകാതെ തന്നെ കർത്താവ് യേശു മിശിഹ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുകയും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹീതമാക്കി തീർക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമതായി ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ആ 35 അധ്യായത്തിൻ്റെ 4 വചനം എങ്ങനെയാണ് നമ്മളോട് പറയുന്നതെന്നോ: ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിനെന്ന്. അതായത് നമുക്ക് വല്ലാതെ സാമ്പത്തികമായി കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ഉള്ളിൽ ഭയം കയറും. ഉള്ള ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും വല്ലാതെ വേദനിക്കും, വലിയ ഭയമുള്ളവരായിത്തീരും. കുടുംബത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് അസ്വസ്ഥതകളും വഴക്കുകളും ഒക്കെ വരുമ്പോൾ വല്ലാതെ വിഷമിക്കും, ഭയപ്പെടും. വചനം നമ്മളോട് പറയുന്നു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിനെന്ന്. ഇങ്ങനെ ഏത് കാരണത്താലായാലും, ജീവിതത്തിലെ ഏത് കാരണത്താലായാലും ഇങ്ങനെ വലിയ ഭയം, ഉത്കണ്ഠ, നിരാശ ഇതൊക്കെയുള്ള ഓരോ മക്കളോടുമായിട്ടാണ് ഇന്ന് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുമെന്ന്. ഇങ്ങനെ എന്തേ കർത്താവ് പറയാൻ കാരണം? ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും എന്ന് വെറുതെ പറയുമോ? വെറുതെ പറയില്ല. തൊട്ട് താഴത്തെ വചനം നോക്കുക മക്കളെ. തൊട്ട് താഴത്തെ വചനം 4 വചനത്തിൻ്റെ 2 ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം ഇതാ വരുന്നു, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം തൻ്റെ പ്രതിഫലം നമുക്കായിട്ട് കൊണ്ടുവന്ന്, ദൈവത്തിൻ്റെ പ്രതിഫലവുമായിട്ട് വന്ന് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വചനം നമ്മളോട് പറയുന്നത്, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ,
ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുമെന്ന്. കാരണം ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം എത്ര ശക്തമായിട്ടാണ് നമ്മളെയൊക്കെ ഒരു വലിയ സത്യം ഇങ്ങനെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് തരുന്നതെന്നോ. എന്നതാ സത്യം എന്നോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും അതൊക്കെ മാറ്റിക്കളഞ്ഞ് അതിന് പകരം സന്തോഷവും സമൃദ്ധിയും ആനന്ദവും തന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് ആവർത്തിച്ച് നമ്മളോട് പറയുകയാണ്. ഇതാ വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ ഈ വചനത്തിൽ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. അത് 35 അധ്യായത്തിൻ്റെ 6 വചനത്തിൻ്റെ 2 ഭാഗം. അതിങ്ങനെയാണ്. 6 വചനം തന്നെ ഒന്ന് വായിക്കാം. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ഈ 35 അധ്യായത്തിൻ്റെ 1 വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയല്ലേ? അത് മരുഭൂമിയാണ്, വരണ്ട ദേശമാണ്, അവിടെ ഒക്കെ സന്തോഷിക്കും, ആനന്ദിക്കുമെന്ന്. ഇപ്പോഴിതാ പറയുന്നു, അവിടെ മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. എന്തിൻ്റെ ഉറവയാണ് പ്രിയപ്പെട്ടവരെ? എന്തിൻ്റെ നദിയാണ്? അതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഞാൻ എൻ്റെ സമ്മാനവുമായിട്ട് പ്രതിഫലവുമായിട്ട് വരും എന്ന്. ഇങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും വിശ്വസിച്ചോ, നമ്മുടെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളൊക്കെ മാറിപ്പോവുകയും അതിലൂടെ നദികൾ ഒഴുകാൻ ഇടയാവുകയും ചെയ്യും. നദികൾ ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്നതാണ്? അത്ര സമൃദ്ധി ഉണ്ടാകുമെന്ന്, അത്ര സന്തോഷം ഉണ്ടാകുന്ന പഠനത്തിൽ, സമ്പത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ, ശാരീരിക ആരോഗ്യത്തിൽ, ഏത് തരത്തിലും സമൃദ്ധി തന്ന് നമ്മളെ കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഈ വചനം പറഞ്ഞു തരുന്നുണ്ട്. അതാണ് 6 വചനത്തിൻ്റെ ആരംഭം. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മക്കളെ, കർത്താവ് നമ്മുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ദാരിദ്ര്യത്തിലും ഒക്കെ വന്ന് നമ്മുടെ കായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ തന്ന് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിൽ സന്തോഷത്താൽ അവിടുത്തെ ആരാധിക്കണം. സന്തോഷം കൊണ്ട് ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. എങ്ങനെയാ? മുടന്തൻ മാനിനെ പോലെ കുതിച്ച് ചാടും. അത്ര വലിയ ആനന്ദം, അത്ര വലിയ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ആലപിക്കും. അതുവരെയും വേദന മൂലവും രോഗം മൂലവും സാമ്പത്തിക പരാധീനത മൂലവും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരുന്ന ആളുകളുണ്ട്, പറ്റാതിരിക്കുന്നവരുണ്ട്. ഇവരൊക്കെ മൂകനെ പോലെ ഇരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ മൂകൻ്റെ നാവ് ആനന്ദഗാനം ആലപിക്കുമെന്ന് പറയുന്ന പോലെ അനവരതം നിരന്തരം കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, നന്ദി പറയാൻ നമ്മളൊക്കെ കർത്താവിൻ്റെ പക്കലേക്ക് വരണം. എന്നിട്ടോ ഈശോ ജീവിതത്തിൽ തന്ന ഈ മഹത്തായ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് കർത്താവിനെ വാഴ്ത്തി മഹത്വപ്പെടുത്തണം. അതല്ലേ മാതാവ് പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. മക്കളെ, നമുക്കും ഇതുപോലെ കർത്താവിനെ ആരാധിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ അവിടുത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ ദാരിദ്ര്യത്തിൽ, നമ്മുടെ രോഗത്തിൽ, വേദനയിൽ, മരുഭൂമി പോലെ വരണ്ടുണങ്ങിക്കിടക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കർത്താവിത സമൃദ്ധി നൽകാൻ പോകുന്നു. സമ്പത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, വിജയത്തിൻ്റെ, ജോലിയുടെ, രക്ഷയുടെ സമൃദ്ധി നൽകും. ആ കർത്താവിൻ്റെ പക്കലേക്ക് മക്കളെ 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്
ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും ചേർന്ന് ഉറക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു. ഈശോയുടെ അതിശക്തമായ സാന്നിധ്യം, അനന്തമായ അനുഗ്രഹം എല്ലാ മക്കളിലും എല്ലാ കുടുംബങ്ങളിലും വന്ന് നിറയാൻ ഇടയാകട്ടെ. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്താം മക്കളെ. ഇന്ന് ഒരുപക്ഷെ ദാരിദ്ര്യവും വേദനയും ഇല്ലായ്മയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ആ വേദനകളോട് ചേർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആ ദാരിദ്ര്യം, ആ ഇല്ലായ്മകളൊക്കെ കർത്താവിലേക്ക് വിട്ടുകൊടുത്ത് അവിടുത്തെ വിളിച്ചാരാധിക്കാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ. ഈശോയേ, ഞാൻ വലഞ്ഞിടുമ്പോ കർത്താവേ രക്ഷിക്കാൻ നീ വരേണേ. മക്കളെ, കൈകൾ കർത്താവിന്റെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ചോ, ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിച്ച് ആലപിക്കാം. ഈശോയേ, ഞാൻ വലഞ്ഞിടുമ്പോ എന്റെ കർത്താവേ, കർത്താവേ രക്ഷിക്കാൻ നീ വരേണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക മക്കളെ. ഇന്ന് നമ്മൾ ആരംഭ വചനം കേട്ടില്ലേ? വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവേ, ഇന്ന് ഞങ്ങളിൽ അനേകായിരം കുടുംബങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ വചനം. വിജനമായി കിടക്കുന്ന പോലുള്ള ജീവിതം, മരുഭൂമി പോലെയുള്ള കുടുംബങ്ങൾ, എല്ലാ തരത്തിലും വരണ്ടുണങ്ങിയ ജീവിതം. കർത്താവെ, ജോലിയില്ലാത്തതുകൊണ്ട് അങ്ങേയറ്റം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ആരാധനാ സമയത്ത് സമർപ്പിക്കുന്നു. എന്തുമാത്രം വേദനയാണ് ആ മക്കളൊക്കെ അനുഭവിക്കുന്നത്. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒരു നല്ല കാര്യം ചെയ്യുന്നതിനോ വീടുകളിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനോ പോലും പണമില്ലാത്തതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന, ദുഃഖിക്കുന്ന അനേകം മക്കളെ, അനേകം കുടുംബങ്ങളെ കർത്താവെ ഇപ്പോൾ ഇതാ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. വരണ്ടുണങ്ങി കിടക്കുന്ന ആ ജീവിതങ്ങളിലേക്ക് ഈശോയെ അങ്ങ് വരണമേ, സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. സമ്പത്തിൻ്റെ, സമാധാനത്തിൻ്റെ, രക്ഷയുടെ, ആനന്ദത്തിൻ്റെ സമൃദ്ധി നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തുക മക്കളെ. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ രക്ഷിക്കും, ഈശോ നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇപ്പോഴത്തെ നമ്മുടെ ഏത് ജീവിതാവസ്ഥയും കർത്താവും മാറ്റിത്തരും. കർത്താവ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥകൾക്ക് ശക്തമായ വിധത്തിൽ മാറ്റം വരുത്തി തരും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് രക്ഷിക്കും, കർത്താവ് അനുഗ്രഹിക്കും. വിളിച്ചുണരാ നമുക്ക്. ഈശോയേ, ഞാൻ വലഞ്ഞിടുമ്പോ കർത്താവേ രക്ഷിക്കാൻ നീ വരേണേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലപിക്കാം. ജീവിതഭാരത്താ ഞാൻ വലഞ്ഞിടുമ്പോ കർത്താവേ രക്ഷിക്കാൻ നീ വരേണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക മക്കളെ. വചനം നമ്മളോട് പറയുന്നത് കണ്ടില്ലേ? ഇതാ നിങ്ങളുടെ ദൈവം, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പ്രതിഫലവുമായി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. എൻ്റെ കർത്താവെ, ഇപ്പോൾ ഞങ്ങളിൽ അനേകായിരം മക്കൾ, ലക്ഷക്കണക്കായ ആളുകൾ ജീവിത ഭാരം കൊണ്ട് വലഞ്ഞ് തളർന്ന് വീഴാറായിരിക്കുകയാണ്. ഈശോയെ, ഈ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയുടെ സ്ഥിര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേയറ്റം വേദനിക്കുന്നവർ,
കഷ്ടപ്പാടും ദുരിതവും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും കർത്താവെ അങ്ങയുടെ പക്കലേക്ക് ഈ ആരാധന സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബത്തിലെ പ്രതിസന്ധികൾ മൂലം, ബുദ്ധിമുട്ടുകൾ മൂലം, കഷ്ടപ്പാടുകൾ മൂലം ജീവിത ഭാരം അത് വഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബിനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. മനസ്സിന്, ഹൃദയത്തിന്, ശരീരത്തിന് ശക്തി നൽകണമേ. കർത്താവെ, അങ്ങ് സമ്മാനങ്ങളുമായി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഉയർത്താം. കർത്താവിൻ്റെ പക്കലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പിടിച്ചുകൊള്ളുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. മക്കളെ, ഈശോ നമ്മുടെ ജീവിത ഭാരങ്ങൾ കണ്ടിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാൻ, രക്ഷിക്കാൻ, അനുഗ്രഹിക്കാൻ വരും. ഇരു കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. സർവശക്തിയോടെ വിളിച്ചുണരുക. നമുക്ക് കർത്താവ് രക്ഷിക്കും, കർത്താവ് അനുഗ്രഹിക്കും. ഈശോയേ, ഞാൻ വലഞ്ഞിടുമ്പോ കർത്താവ് രക്ഷിക്കാൻ നീ വരേണേ. മക്കളെ, കർത്താവിനെ തന്നെ നോക്കി രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ദുഃഖങ്ങളെ, ജീവിത ഭാരങ്ങളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഭക്തിയോടെ വിശ്വാസത്തോടെ ഉറക്കെ ആലപിക്കാം. ജീവിത ഭാരത്താ ഈശോയേ, ഞാൻ വലഞ്ഞിടുമ്പോ കർത്താവേ, കർത്താവ് രക്ഷിക്കാൻ നീ വരേണേ. കൈകൾ കൂപ്പി നമുക്ക് മുട്ടുകൾ കുത്താം. മക്കളെ, മുട്ടുകൾ കുത്തി നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വരും. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യമായി ഈശോ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതങ്ങളെ അവിടുന്ന് രക്ഷിക്കും. ആ കർത്താവിൻ്റെ ആശീർവാദം ഏറ്റ് സ്വീകരിക്കാനായിട്ട് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ നമ്മളെ രക്ഷിക്കും, ഈശോ നമ്മളെ അനുഗ്രഹിക്കും, ഈശോ നമ്മളെ ശക്തിപ്പെടുത്തും. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് സ്തുതിച്ചുണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അങ്ങ് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ